നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 559th day. Today, Pradhamaskanda, 2nd chapter, 30th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 559 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയാൽ വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. സ ഏവേദം സസജ്ജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭോ. ഓം തത്സത്. സ ഏവേദം സസജ്ജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭോ. ഓം തത്സത്. പറയുകയാണ്, ഭഗവാൻ ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് നിലനിൽക്കുവാൻ തക്ക ഉള്ള വസ്തുവാണ് ഭഗവാനാണ്, എല്ലാറ്റിനും ആദി എന്നുള്ളത് 3-4 ശ്ലോകങ്ങളിലായിട്ട് സമർത്ഥിക്കുകയാണ്. അതായത് സദസദ്രൂപയ കാര്യകാരണങ്ങളോട് കൂടിയിട്ടുള്ള ആ ഗുണമയ ഗുണരൂപമായിട്ടുള്ള ആത്മമായ, തൻ്റെ ആത്മമായ കൊണ്ട്, തൻ്റെ മായ കൊണ്ട് ഗുണങ്ങളെ കടന്നവനായിട്ടുള്ള ഭഗവാൻ ഗുണങ്ങളുള്ള ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. അഗ്രേ എന്ന് പറഞ്ഞാൽ ആദി, സസർജ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. സ ഏവേദം സസഗ്ര, ആദിയിൽ ഭഗവാൻ ഗുണത്തോടു കൂടിയിട്ടുള്ള ഈ ലോകത്തെ ഗുണമില്ലാത്ത ആ ഭഗവാൻ തൻ്റെ ആത്മമായ കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. കാര്യകാരണത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോട് കൂടിയിട്ടുള്ള, സത്വാദി ഗുണത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ മായ കൊണ്ട്, ഭഗവാൻ ഗുണാതീതനായിട്ടുള്ള സർവത്തിലും വ്യാപിച്ചു നിൽക്കുന്ന ആ ഭഗവാൻ വാസുദേവൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അഗ്രേ എന്ന് പറഞ്ഞാൽ ആദിയിൽ, സസർജ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു. സസർജാഗ്രേ എന്ന് പറഞ്ഞാൽ ആദിയിൽ സൃഷ്ടിച്ചു. സദസദ്രൂപയ എന്ന് പറഞ്ഞാൽ തൻ്റെ സദസദ്രൂപയ എന്ന് കാര്യവും കാരണവുമായിട്ടുള്ള ആ ഭഗവാൻ എന്നർത്ഥം. ആദികാലത്തിൽ ഗുണമില്ലാത്ത ആ ഭഗവാൻ ഗുണത്തോടു കൂടിയ ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ആ പരമാത്മാവ് ആ ഭഗവാനിൽ തന്നെ ലയിക്കണം, ആ ഭഗവാനെ തന്നെ ചിന്തിക്കണം, എന്താണ് ആ ഭഗവാന്റെ ഗുണം എന്ന് പറഞ്ഞു തരികയാണ്. ഗുണമില്ലാത്ത ഭഗവാൻ ഗുണത്തോടു കൂടി ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ഭഗവാന്റെ ആ മഹാത്മ്യം വീണ്ടും വീണ്ടും പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ ഏവേദം സസജ്ജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസോ ഗുണമയ്യാ ഗുണോ വിഭോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.